നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ച് മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. 41 മിനിറ്റിലേറെയുള്ള പുതിയ വീഡിയോയിലാണ് വീണ്ടും ഗുരുതര ആരോപണങ്ങളുള്ളത്. ഇതിലൂടെ പറയുന്നതെല്ലാം താൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് തന്റെ അവസാന വാക്കുകളായി കണക്കാക്കണമെന്നും എലിസബത്ത് പറയുന്നു. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അഥവാ ഞാൻ മരിച്ചുപോയാലോ കൊല്ലപ്പെട്ടാലോ ഇതൊക്കെയാവും തെളിവായി അവശേഷിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ തുടർച്ചയായി ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചെകുത്താന്റെ കേസിലൊക്കെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ലൈഫിൽ എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ. ആ ആൾ പക്ഷെ ഉപകാരത്തിനല്ല, എന്നെ ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങൾ ഉപയോഗിച്ചത്. എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എനിക്കൊരു സിനിമാ താരത്തെ കിട്ടാനുള്ള യോഗ്യതയില്ല, കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നെ ചീത്ത പറയുന്ന കസ്തൂരിയെ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ടാണ് അവരുടെ നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവർ ഗുണ്ടായിസം ഇട്ട് കൂടോത്രം തുടങ്ങിയോ എന്നാണ് എന്റെ സംശയം. 10-30 ദിവസം മുമ്പ് പിതാവിന് നെഞ്ചുവേദന വന്നു. 3 ഹാർട്ട് ബ്ലോക്ക് കണ്ടെത്തി. ഗുരുതരമായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കുകയാണ്. കൂടോത്രത്തിന്റെ പരിപാടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പല പൂജകളും നടത്തി. ഇല്ലെങ്കിൽ നിന്നെ ഇറക്കിവിടും എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ വേറെയും ഉണ്ടായിരുന്നു. നിയമപരമായി ഇതിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നെ സഹായിക്കുമെന്നറിയില്ല. കേസ് കുറച്ചുകൂടി ശക്തമായിരിക്കണം എന്നാണ് അഭിഭാഷകർ പറഞ്ഞത്. അതിന് തുടർച്ചയായി ഭീഷണികൾ ഉണ്ടാകണമത്രേ. മാത്രമല്ല തെളിവുകളും വേണമെന്ന്. പീഡിപ്പിക്കുന്ന സമയത്ത് ക്യാമറ വെച്ചിരിക്കുകയല്ലോ, അടി കിട്ടുന്ന സമയത്ത് ക്യാമറ ഫോക്കസ് വെച്ചിരിക്കുകയല്ലോ. അങ്ങനെയുള്ള തെളിവുകൾ കയ്യിലില്ല. അടി കിട്ടിയപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ പരാതി എഴുതി നൽകാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തില്ല. അതെന്റെ തെറ്റ്. വളരെ സ്വാധീനമുള്ള ആളാണ്. പണമുണ്ട്, അധികാരമുണ്ട്. ഗുണ്ടകളും പോലീസുകാരും രാഷ്ട്രീയക്കാരും വരുന്നത് കണ്ടിട്ടുണ്ട്. മോൺസൺ മാവുങ്കൽ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് 6 മാസം മുമ്പ് ഇങ്ങേരെ ഒരു SP ഈ വിവരം അറിയിച്ചിരുന്നു. അയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം, ഇനി എന്നെ വിളിക്കേണ്ട, അവരുമായുള്ള ഇടപാടെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു വിവരം ലഭിച്ചതായി ഇയാൾ പറഞ്ഞിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം സംസാരിക്കുന്നതിൽ 80% മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. പൊങ്ങച്ചം പറയുന്നതിൽ പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. ആ കേസ് നടക്കുമ്പോൾ എല്ലാ വാർത്താ ചാനലുകളിലും എന്നെ കൊണ്ടുപോയി പിടിച്ചിരുത്തിയിരുന്നു. അത് എന്റെ ഇഷ്ടത്തിന് ഇരുത്തിയതല്ല. ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ അധികം ചോദ്യം ചെയ്യില്ല എന്ന ഒറ്റ കാര്യത്തെ തുടർന്നാണ് എന്നെ അവിടെ കൊണ്ടുപോയിരുത്തിയത്. ഒരു അഭിമുഖത്തിൽ ഭാര്യയെ ഇരുത്തേണ്ടെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞ് വലിയ ട്രോളായി. അയാൾക്ക് ഉത്തരമില്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ചില ആളുകൾ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടല്ല, ഇറക്കി വിട്ടിട്ടെന്ന് പറയണം. വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് എലിസബത്ത് ഗോൾഡ് ആണ്, വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല എന്ന് പറയുന്നു. മാനസിക പ്രശ്നമുള്ള ഒരാളുമായി ഇത്ര കാലം എങ്ങനെ ഒരുമിച്ച് ജീവിച്ചുവെന്ന ചോദ്യം എന്നോടും ചോദിക്കണം. ഞാൻ ഡിപ്രഷന് മരുന്നെടുക്കുന്നുണ്ടെന്നത് സത്യമാണ്. സൈക്യാട്രിസ്റ്റിനെ കാണുന്നുമുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ, MDക്ക് പോകുന്നില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ അവൾ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. ആദ്യത്തെ തവണ പോകുന്നില്ല, പുള്ളിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി എൻ്റെ ജോലി പോയാലും വീട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള വക എൻ്റെ വീട്ടിലുമുണ്ട്. എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തിരഞ്ഞെടുപ്പ് പോലും നടക്കില്ല എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട്. ഫണ്ട് വരില്ല എന്ന് പറയും. എനിക്കറിയില്ല അയാൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നതെന്ന്. അതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇറങ്ങിയ ശേഷം ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചു കയറ്റിയ കേസുണ്ട്. അത് പിന്നീട് പറയാം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങേരുടെ അപ്പന്റെ സ്വത്തെല്ലാം വിറ്റു. അതിൽ 10-20 കോടി വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. 6 കോടിയിലേറെ വൈറ്റ് മണിയായും ബാക്കി ബ്ലാക്ക് മണിയുമായാണ് വന്നതെന്നാണ് കേട്ടുകേൾവി. അതിൽ 1 കോടി ഇങ്ങേരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറുടെ കയ്യിലും കുറച്ചു കാശ് ഇങ്ങേരുടെ ഒരു സുഹൃത്തിന്റെ ഗസ്റ്റ് ഹൗസിലും കൊണ്ടുവച്ചിട്ടുണ്ടെന്നും ഒരു കാർ എടുത്തു എന്നുമാണ് കേട്ടുകേൾവി. ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ചു. അന്നാണ് എൻ്റെ ആത്മഹത്യാ ശ്രമം നടന്നത്. അത് ആദ്യം ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മുഖത്തേക്കെറിഞ്ഞു. മുഖം വെട്ടിച്ചപ്പോൾ ഫോൺ പിന്നിലെ ഷെൽഫിൽ കൊണ്ട് അതിന്റെ ചില്ല് പൊട്ടി കഷ്ണങ്ങൾ എന്റെ കണ്ണിൽ കൊണ്ടു. ഇതൊക്കെ കേട്ട് ആ അമ്മ പറഞ്ഞത് അവനൊരു സിനിമാ നടനല്ലേ എന്ന്. എന്നിട്ടും നാണമില്ലാതെ എന്റെ വീട്ടിലും വിളിച്ചു പറഞ്ഞുവെന്നും എലിസബത്ത് പറഞ്ഞു. You're watching me and you're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.
you.